ഒരു കാരണവുമില്ലാതെ നിങ്ങൾ വല്ലാതെ അസ്വസ്ഥമാകാറുണ്ടോ? നിങ്ങൾ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണോ? മാനസിക പിരിമുറുക്കത്തിൻ്റെയും ചഞ്ചല മനസ്സിൻ്റെയും പിടിയിലാണോ? ഒരു പുണ്യസ്ഥലത്തേക്ക് യാത്ര പോകുന്നത് ആശ്വാസമാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ഈ ക്ഷേത്രത്തിലേക്ക് വരും. അവർണ്ണനീയമായ ഭക്തിയുടെ ആത്മാനുഭൂതി അനുഭവിച്ചറിയൂ. ചോറ്റാനിക്കര ദേവീക്ഷേത്രം. കേൾക്കുമ്പോൾ ഒക്കെയും ഒരു മുത്തശ്ശിക്കഥയായി തോന്നാമെങ്കിലും മന്ത്ര നേരിട്ട് കണ്ട് അനുഭവിച്ച കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഭക്തർ അമ്മയുടെ നടയിൽ പോയാൽ കീഴ്ക്കാവിൽ അമ്മയുടെ നടയിലെ ഗുരുതിയിൽ പങ്കെടുത്തേ മടങ്ങാവൂ. മേൽക്കാവിൽ ദർശനം കഴിഞ്ഞ് താഴേക്ക് പടികൾ ഇറങ്ങിച്ചെന്നാൽ പടിഞ്ഞാറോട്ട് ദർശനമായി ചതുർബാഹുക്കളിൽ വാൽ, വട്ടക, ത്രിശൂലം, ശംഖ് എന്നിവയുമായി ചെമ്പുമേഞ്ഞ ഒരു ചതുരശ്ര ശ്രീകോവിൽ കാണാം. ഒരിക്കൽ ക്ഷേത്ര ദർശനത്തിയ വില്ലുമംഗലത്ത് സ്വാമിയാർക്ക് അമ്മ സ്വപ്ന ദർശനം നൽകി. മേൽക്കാവിലെ എൻ്റെ രൗദ്രഭാവം ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതിനാൽ കിഴക്കുവശത്തുള്ള ക്ഷേത്രക്കുളത്തിൽ എൻ്റെ ഒരു ശിലാവിഗ്രഹം കിടപ്പുണ്ട്, അതെടുത്ത് കീഴ്ക്കാവിൽ മാറ്റിപ്രതിഷ്ഠിക്കണം എന്ന് അമ്മ അരുൾ ചെയ്തു. പിറ്റേന്ന് കുളത്തിൽ നിന്ന് സ്വാമി ഏകദേശം ഒരടിയോളമുള്ള ഒരു ശിലാവിഗ്രഹം കണ്ടെത്തുകയും ജഗദംബയുടെ രൗദ്രരൂപമുള്ള ആ ഭദ്രകാളി വിഗ്രഹത്തെ അദ്ദേഹം പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതാണ് കീഴ്ക്കാവ് ഭഗവതിയും കീഴ്ക്കാവ് ക്ഷേത്രവും. മേൽക്കാവിലെ അത്താഴ പൂജയ്ക്ക് ശേഷമാണ് ഇവിടെ എല്ലാ ദിവസവും ഗുരുതി നടക്കുന്നത്. 3 മുതൽ 12 വരെ പാത്രങ്ങളിൽ ഗുരുതി നേർച്ച നടത്താം. കീഴ്ക്കാവിലെ ഗുരുതി ഏറെ പ്രസിദ്ധമാണ്. വളരെയധികം ജനങ്ങൾ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി നടത്തിവരുന്ന പൂജയാണത്. ക്ഷേത്രത്തിൽ നടക്കുന്ന മറ്റ് ആചാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗുരുതി പൂജയിൽ പങ്കെടുക്കുന്ന ഭക്തരുടെ സ്വകാര്യത മാനിച്ച് ക്ഷേത്രത്തിനുള്ളിൽ ഗുരുതി സമയത്ത് ഒരു വിഷ്വൽസും അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ ഗുരുതി സമയത്തെ വിഷ്വൽസ് മന്ത്രയ്ക്ക് ഉൾപ്പെടുത്തുവാനും കഴിയില്ല. ഉത്സവകാലത്തൊഴികെ എല്ലാ ദിവസവും ഗുരുതി നടക്കും. ഗുരുതി നടക്കുമ്പോൾ ക്ഷേത്രം കുരുത്തോല കൊണ്ട് അലങ്കരിച്ച് കുലവാഴയും ഏഴിലപ്പാലക്കൊമ്പും തീപ്പന്തവും പൂക്കുലയും നെല്ല്, അരി, നാളികേരം, വാഴപ്പോളപ്പദം എന്നിവയെല്ലാം ഉണ്ടാക്കി കീഴ്ക്കാവിലെ അമ്മയെ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് ആവാഹിച്ച് പീഠത്തിലിരുത്തി നിലവിളക്ക് തെളിച്ച് വാദ്യമേളങ്ങളോടും ഭക്തജനങ്ങളുടെ നാമജപത്തോടും കൂടിയ ഗുരുതി സമയത്ത് ബാധകൾ ഉറഞ്ഞു തുള്ളുന്നു. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ദേവിയുടെ തിരുനടയിൽ ഉറഞ്ഞു തുള്ളുന്ന രോഗബാധിതരെയാണ്. തുള്ളുന്നതിനിടയിൽ ദേവിയും ബാധയും തമ്മിലുള്ള സംഭാഷണം. പിടിവാശി ഉപേക്ഷിച്ച് ഒടുവിൽ പരാജയം സമ്മതിച്ച് ബാധ ഒഴിഞ്ഞു പോകുന്ന രംഗം ഈ ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ്. ബാധ ഒഴിപ്പിക്കുന്നതിന് മുമ്പ് ഭഗവതിയും ബാധയുമായി പറയുന്ന സംഭാഷണം ഭക്തരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ദേവിയുടെ ചോദ്യവും ബാധയുടെ മറുപടിയും രോഗിയിൽ നിന്ന് വ്യത്യസ്ത ശബ്ദത്തിൻ്റെ സ്വരഭേദ വ്യത്യാസം കൊണ്ട് നമുക്ക് മനസ്സിലാകും. അവസാനം ദേവിയുടെ നടയിൽ ബാധ പരാജയം സമ്മതിച്ച് കത്തിച്ചുവെച്ച ഭദ്രദീപത്തിൽ തൊട്ട് ഇനി ഒരിക്കലും ആരെയും ഉപദ്രവിക്കുകയില്ല എന്ന് സത്യം ചെയ്തൊഴിയുന്ന ബാധകളെ ചന്ദനമുട്ടിയിലും അല്ലെങ്കിൽ ഇരുമ്പ് ആണിയിലോ ബന്ധിച്ച് ക്ഷേത്രത്തിനടുത്തുള്ള ഏഴിലം പാലമരത്തിൽ കരിമ്പാണികൾ നെറ്റികൊണ്ടും നാളികേരം കൊണ്ടും തറച്ച് ബാധയെ നാരായണ സമക്ഷത്തിൽ മോക്ഷസായുജ്യത്തിലെത്തിക്കുന്നു. പൂജയ്ക്ക് ശേഷം ലഭിക്കുന്ന ഗുരുതി പാത്രത്തിലെ ദ്രാവകം ഭക്തർ സ്വന്തം ഭവനങ്ങളിൽ കൊണ്ടുവന്ന് വീടിന് പുറത്ത് 4 ദിക്കുകളെ പ്രതിനിധീകരിക്കുന്ന 4 മൂലകളിൽ കുഴികുത്തി അവയിൽ ഒഴിച്ചു മൂടുകയും ബാക്കി വീടിന് ചുറ്റിലും തളിച്ച് സർവദൃഷ്ടി ദോഷങ്ങളിൽ നിന്നും നെഗറ്റീവ് എനർജികളിൽ നിന്നുമുള്ള മുക്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗുരുതി പൂജയിൽ പങ്കെടുക്കുവാൻ പൂജ സ്വന്തം പേരിൽ നടത്തണമെന്നില്ല. അതിന് പ്രത്യേകിച്ചൊരു ചെലവുമില്ല. ചോറ്റാനിക്കരയിൽ പോകുന്ന ഭക്തർ ഗുരുതി പൂജയിൽ പങ്കെടുക്കുകയും നേരിൽ കണ്ടും അനുഭവിച്ചും സായുജ്യമടയുകയും ചെയ്യുക. ഗുരുതി പൂജയിൽ പങ്കെടുത്ത നിങ്ങളുടെ അനുഭവങ്ങൾ മന്ത്രയുമായി പങ്കുവയ്ക്കുക. ഓം ചോറ്റാനിക്കര ഭഗവതി നമഃ. ഏവർക്കും നന്മകളുണ്ടാവട്ടെ.